സംഘടനാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് നേതാക്കന്മാരെല്ലാം ആശുപത്രിയിലായതിനാലാണ് ഈ കരട് പ്രമേയം അവതരിപ്പിക്കാനുള്ള ചുമതല എന്നിൽ നിക്ഷിപ്തമായത്. അർച്ചന മിൽസിന്റെ പുതിയ മാനേജ്മെന്റ് ആരായിരുന്നാലും പഴയ തൊഴിലാളികളായ എല്ലാവരെയും മുൻകാല പ്രാബല്യത്തോടുകൂടി ജോലിയിൽ തിരിച്ചെടുക്കണം. അപ്പൊ മരിച്ചുപോയ തൊഴിലാളികളുടെ കാര്യവും? മരിച്ചവരുടെ കാര്യം നോക്കാൻ ഇത് ചിത്രഗുപ്തന്റെ ഓഫീസല്ല, യൂണിയൻ ഓഫീസാണ്. പുറത്ത് എഴുതി വെച്ചിരിക്കുന്നത് ബോർഡ് വായിച്ചില്ലേ? മരിച്ചുപോയ തൊഴിലാളികളുടെ ആശ്രിതർക്ക് ജോലി കിട്ടുന്ന കാര്യമാണ് ഞാൻ ചോദിച്ചത്. ശരിയാ, അത് ന്യായമായ ആവശ്യമാണ്. അതിനുവേണ്ടി ജില്ലാതലത്തിൽ ശക്തമായ പിരിവ് സംഘടിപ്പിക്കും. അതാണല്ലോ മെയിൻ. മരിച്ചുപോയ എല്ലാ തൊഴിലാളികളുടെ ആശ്രിതർക്കും ഇവിടെ ജോലി കിട്ടണം. കൂടാതെ 60% ശമ്പള വർധനവ്, 18% ബോണസ്, ഓവർ ടൈം അലവൻസ്, ഹൗസ് റെന്റ് അലവൻസ്, ക്യാൻറ്റീൻ അലവൻസ്, വാഷിംഗ് അലവൻസ്, സ്കൂൾ അലവൻസ്, ഹോളിഡേ വേജസ്, വിനോദ ബത്ത, യാത്രാ ബത്ത തുടങ്ങിയ ന്യായമായ അവകാശങ്ങൾ അംഗീകരിപ്പിച്ച് കിട്ടുന്നതിനു വേണ്ടി നാം ഇപ്പോഴേ സമരതന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോഴേ ഇത് തുടങ്ങിയ കമ്പനി വാങ്ങാൻ വരുന്നവർ പേടിച്ചോടൂലേ? ഓടട്ടോ ഓടട്ടെ, പേടിയുള്ളവനൊന്നും ഇവിടെ ഒരു തൊഴിൽ സ്ഥാപനം നടത്തണ്ട, അങ്ങനെ മിടുക്കനാകണ്ട. എന്നാലും കടുംപിടുത്തം പിടിക്കേണ്ട നേതാവേ, 3 കൊല്ലമായില്ലേ കമ്പനി പൂട്ടിയിട്ടിട്ട്. ഇനി പട്ടിണി കിടക്കാൻ വയ്യ. നമുക്ക് ആവശ്യത്തുള്ളത് കിട്ടിയാൽ മതി. അത് താനാണോ തീരുമാനിക്കേണ്ടത്? തനിക്ക് എന്താ കിട്ടേണ്ടത് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്, മനസ്സിലായോ? അല്ലാതെ എഴുന്നേറ്റ് പോടോ. ആദ്യം രാമേന്ദ്രൻ ഒന്നും ഇങ്ങോട്ട് എത്തിക്കോട്ടെ, അത് കഴിഞ്ഞിട്ടാകാം സമരമുറകളൊക്കെ. இந்த அர்ச்சனா மில்ஸ் ஓனரோட வீடுங்க. அர்ச்சனா நாயரோட வீடாണ്. ஆமா. ഈ വളവെടുത്ത് നേരെ വടക്കോട്ട് പോയാൽ മതി. ശരി. അത് രാമേന്ദ്രനല്ലേ? ഏയ്, രാമേന്ദ്രനെ കണ്ട എനിക്ക് അറിഞ്ഞൂടെ? താൻ കണ്ട ഡ്രൈവറെയാ, കാറിന്റെ പിൻസീറ്റിലിരുന്നത്. അത് രാമേന്ദ്രനാണോ? പിന്നല്ലാതെ, ഇവിടെ ഇപ്പൊ ബെൻസുകാരൻ വേറെ ആര് വരാനാടോ? ഡ്രൈവറോട് ചോദിച്ചാൽ അറിയാമല്ലോ. രാമേന്ദ്രൻ അവിടെ? രാമചന്ദ്രൻ മടിയിലിട്ടായ പേര് വെച്ചാ? അതേടാ, അവനെ എന്റെ മടി വെച്ച് തന്നെ പേരിട്ടിരിക്കണേ. എന്താ നിനക്ക് സംശയമുണ്ടോ? അവൻ എവിടെയെന്ന് പറയടാ. എടാ പറയാൻ. മുതലാളി വന്ന് ഉള്ളേ ഇருக்கு. എന്നാ നേരത്തെ പറഞ്ഞൂടെ? வணக்கம், நான் தான் ராமச்சந்திர செட்டியார். കമ്പനി വാങ്ങാൻ വന്ന രാമേന്ദ്രൻ എന്ന് കരുതിയ? ஆமா, கம்பெனி வாங்கத்தான் வந்தேன். அதுக்கு என்ன? കമ്പനി ഏറ്റെടുത്ത് നടത്താൻ പോവാണോ? இந்த கேரளாவிலையா கம்பெனியா? அப்படி ஒரு புத்தி மோசம் நான் செய்ய மாட்டேன். நான் இது பொழிச்சு கொண்டு போக போறேன். டிரைவர், வண்டி எடுப்பா. എന്താ ഇത് പറഞ്ഞ? കമ്പനി പൊളിച്ചോണ്ട് പോവാൻ പോവാന്നോ? ചതി, വഞ്ചന. അർച്ചന മിൽസ് മാനേജ്മെന്റ് നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ആരെങ്കിലും എന്തിന്റെങ്കിലും പുറകെ പോയി തൂങ്ങട്ടടാ. നമ്മുടെ തലേന്ന് പോട്ടടാ ഈ പണ്ടാരം. പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ, ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത തൊഴിലാളികളെ കമ്പനി പൂട്ടി പട്ടിണിക്കിടുവാനാണ് അന്നത്തെ മാനേജ്മെന്റ് തീരുമാനിച്ചത്. ഇന്ന് കമ്പനി ഇവിടെ നിന്നും പൊളിച്ചു മാറ്റി തൊഴിലാളികളുടെ പട്ടിണി ഒരു തുടർക്കഥയാക്കി മാറ്റുവാൻ മാനേജ്മെന്റ് ശ്രമിക്കുന്നു. ഈ ഹീനമായ നടപടി തൊഴിലാളികൾ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ മുതലാളിയെ കണ്ടിട്ട് വരാം. ഒരു തീരുമാനം എത്രയും പെട്ടെന്നുണ്ടാകും. അതുവരെ നിശബ്ദരായിരിക്കണം. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ അർച്ചനെ, കമ്പനി വിൽക്കാനൊന്നും പോണ്ടാന്ന്. ഈ നാട്ടുകാർ അതിനൊന്നും സമ്മതിക്കത്തില്ല മോളെ. കമ്പനി തുറക്കാൻ സമ്മതിക്കാത്തതും ഈ നാട്ടുകാർ തന്നെയല്ലേ. പിന്നെ നമ്മുടെ കമ്പനി വിൽക്കുന്നതിൽ ഇവരുടെയൊക്കെ സമ്മതം എന്തിനാ? ഒരു നിവേദക സംഘം താഴെ വന്നിരിപ്പുണ്ട്. അർച്ചനയെ കാണണമെന്ന് പറയുന്നു. കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞേക്ക്. നീ ഇങ്ങനെ വാശി പിടിക്കില്ലേ അർച്ചനെ? പിന്നെ ഞാൻ അവരുടെ കാല് പിടിക്കണമെന്നാണ് അമ്മ പറയുന്നത്. കാല് പിടിക്കണമെന്നല്ല പറഞ്ഞത്. അവർക്ക് എന്താ പറയാനുള്ളതെന്ന് കേട്ടുകൂടെ? നിങ്ങൾ രണ്ടാളും പോരെ കാര്യങ്ങൾ സംസാരിക്കാൻ? ഞാനും ദാസൂട്ടിയും ഗേറ്റിന് പുറത്ത് നിൽക്കാം. ഓ, ഇനി ഗേറ്റിന്റെ പുറത്തൊക്കെ കയറി നിന്ന് ഉള്ളതും കൂടി ഇല്ലാണ്ടാക്കണം. ഇവിടെ വല്ലയിടത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കണം. ഇരിക്കണമെന്നും ചായ കുടിക്കണമെന്നൊക്കെ ഉണ്ട്. അത് ഇനി ഒരിക്കലാവട്ടെ. ഞങ്ങൾ വന്നത് കമ്പ് കമ്പ് അറിയാം.
കമ്പനി വിൽക്കാൻ പോകുന്നത് തടയാൻ അല്ലേ? അയ്യോ, ഞങ്ങളങ്ങനെ തടയാനൊന്നും വന്നതല്ല. പിന്നെ ഇത്രയും നേരം ബഹളം ഉണ്ടാക്കിയതിന്റെ അർത്ഥം? ബഹളം ഉണ്ടാക്കിയതല്ല, ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചതാണ്. ഒരു രസത്തിന് അല്ലേ? എന്തിനായാലും അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. കമ്പനി ചെട്ടിയാർക്ക് വിൽക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. അത് നടക്കില്ല. വൈ? കമ്പനി പൊളിച്ചു മാറ്റാനുള്ള ശ്രമത്തെ ഇവിടുത്തെ ജനങ്ങൾ ചെറുത്ത് നിന്ന് തോൽപ്പിക്കും. എന്നെ തോൽപ്പിക്കാനാണ് നിങ്ങൾ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. അതിനുവേണ്ടി ഒരു രാമചന്ദ്രന്റെ കഥയുണ്ടാക്കി നിങ്ങളെ ഇങ്ങോട്ട് അയച്ചത് ആരാണെന്ന് എനിക്കറിയാം. മാഡം പറയുന്ന പോലെ രാമേന്ദ്രൻ ഒരു കഥയല്ല, അവൻ എന്റെ സ്വന്തം മോനാ. അവൻ ദുബായിൽ ഒരു ഷെയ്ക്കുമായിട്ട്. കൂടുതൽ വിശദീകരണങ്ങളൊന്നും വേണ്ട. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്ന് പറഞ്ഞാ ഇനി ഇതിനു വേണ്ടി ആരും ഇവിടെ നിൽക്കണമെന്നില്ലെന്ന്. നിക്കവിടെ. തന്റെ കൊച്ചമ്മയോട് പറഞ്ഞേരെ തൊഴിലാളികളുടെ ശക്തി എന്താണെന്ന് ഞങ്ങൾ അവരെ മനസ്സിലാക്കി കൊടുക്കുമെന്ന്. വാ, നിൽക്കൂ. ഇനി ഇതും പറഞ്ഞ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. നിങ്ങളീ പറയുന്ന രാമേന്ദ്രൻ എന്ന് വരും? ഒരു 2 മാസത്തിനുള്ളിൽ വരും. ശരി, 2 മാസം കഴിഞ്ഞിട്ടേ ഞങ്ങൾ എന്തെങ്കിലും തീരുമാനം എടുക്കൂ. പോരെ? അല്ല, 2 മാസത്തിനുള്ളിൽ രാമേന്ദ്രൻ വന്നില്ലെങ്കിൽ നിങ്ങൾ കമ്പനി വേറെ ആർക്ക് വേണമെങ്കിലും വിറ്റോ അല്ലേ? അതെ അതെ. അപ്പൊ ഞങ്ങൾ ഇറക്കട്ടെ. ഓ, ഈച്ച കയറും. വായടയ്ക്ക്. ആ തൂണിലോട്ട് വലിച്ചു കെട്ടടേ. ഇപ്പൊ തന്നെ വേണോ പിള്ള ചേട്ടാ? ഇപ്പൊ തന്നെ വേണം. അല്ല, രാമേന്ദ്രൻ വന്നിട്ട് പോരെ എന്ന് ചോദിക്കായിരുന്നു. പോരാ, ഇപ്പൊ തന്നെ കെട്ടണം. എങ്കിലേ രാമേന്ദ്രൻ വരുമ്പോ നമുക്കൊരു ഉദാസീനത ഉണ്ടെന്ന് തോന്നുന്നു. ഉദാസീനത? ആ, അല്ല, ഉത്സാഹം. ആ, അതുണ്ടെന്ന് തോന്നുന്നു. നീ വലിച്ചു കെട്ടടേ. കളഞ്ഞിട്ട് വാടേ. നമസ്കാരം. എന്താ? രാമേന്ദ്രൻ 1-2 ആഴ്ചക്കുള്ളിൽ വരും എന്ന് ആര് പറഞ്ഞു? ആരും പറഞ്ഞില്ല, ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു. എന്ന് എനിക്ക് തോന്നുന്നു. അവർ 2-3 ദിവസത്തിനകത്ത് വരുമെന്ന്. ഞങ്ങൾ ചില കാര്യങ്ങൾ അറിയിക്കാനാ വന്നത്. എന്താണാവോ? അവന് അവിടെ ഇവിടെ ചിലർ കടങ്ങളൊക്കെ ഉണ്ടേ. ആയിക്കോട്ടെ, 1000-ങ്ങളുടെയോ 10000-ങ്ങളുടെയോ കടങ്ങൾ ഉണ്ടായിക്കോട്ടെ. അല്ല, അവൻ വരുമ്പോ ആ കടങ്ങളൊക്കെ നിലനിൽക്കുന്നത് മോശമാണ്. നമുക്കത് വീട്ടണം. അല്ല, അതിന് കുറച്ച് പണത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ അന്വേഷിക്കാൻ നിങ്ങളാരാ? അതൊക്കെ നോക്കാം. അവന് മാനേജർ ഉണ്ടാവും, അയാള് നോക്കിക്കോളും. മാനേജർ? ആ, അവൻ ആരാണെന്ന് നിങ്ങൾ വിചാരിച്ചത്? ലക്ഷപ്രഭു. ആ ലക്ഷപ്രഭു ലക്ഷങ്ങളിട്ട് പന്താടുന്നവനാ. കൊടുങ്ങല്ലൂർക്കാരി രമണിക്ക് 3 ലക്ഷം, പത്തനംതിട്ടയിലെ അവറാച്ചന് 5 ലക്ഷം, കൊച്ചിയിലെ അബ്ബാസിന് 10 ലക്ഷം, പാലക്കാട്ടെ മാധവന് 15 ലക്ഷം തുടങ്ങിയ സമ്മാനങ്ങൾ നേടിക്കൊടുത്ത കേരള ഗവൺമെന്റ് ഭാഗ്യക്കുറിയുടെ ടിക്കറ്റുകളാണ് ഈ വാഹനത്തിലൂടെ ഞങ്ങൾ വിതരണം ചെയ്യുന്നത്. ടിക്കറ്റ് വില കേവലം 10 രൂപ മാത്രം. അറച്ചു നിൽക്കാതെ പഠിച്ചു നിൽക്കാതെ നിങ്ങളുടെ കയ്യിലുള്ള 10 രൂപ കൊടുത്തൊരു ടിക്കറ്റ് വാങ്ങിയാൽ നാളെ നിങ്ങളായിരിക്കും ഭാഗ്യവാൻ, നിങ്ങളായിരിക്കും ഭാഗ്യവതി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആയിരക്കണക്കിന് ഭാഗ്യവാന്മാരെ ലക്ഷാധിപതികളാക്കിയ അടിപക്ക നിലക്കി സെന്ററിന്റെ ടിക്കറ്റുകളാണ് ഈ വാഹനത്തിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെയാണ് നറുക്കെടുപ്പ്. കാഞ്ചൻജംഗ ലോട്ടറീസിന്റെ നറുക്കെടുപ്പ് നാളെയാണ്. ഇതെന്താ ഇവിടെ ഏതെങ്കിലും ജംഗ്ഷനിലോട്ട് നിർത്തുക? വേണ്ട മോനെ രാമേന്ദ്ര, ഇവിടെ കിട്ടുന്ന കച്ചവടമൊക്കെ മതി. ജംഗ്ഷനിൽ നിർത്തിയ അവിടെ കാണുന്ന സാധനമൊക്കെ വാങ്ങി തിന്നെന്ന് എനിക്ക് തോന്നും. അങ്ങനെ എന്നെ പട്ടിണിക്കിട്ടിട്ട് പണിയെടുപ്പിക്കാമെന്ന് താൻ വിചാരിക്കണ്ട. ഇതിലെന്താ പട്ടിണിയുടെ പ്രശ്നം? പ്രശ്നമുണ്ട്. ഇനി എന്തെങ്കിലും കഴിച്ചിട്ടേ അനൗൺസ് ചെയ്യുന്ന പ്രശ്നമുള്ളൂ. രാമേന്ദ്ര, നീ എന്നെ കുത്തുവാൾ എടുപ്പിക്കരുത്. ഉച്ചാരണ ശുദ്ധി ഇല്ലാത്തതുകൊണ്ടല്ലേ ഞാൻ നിന്നെ അപ്പോയിന്റ് ചെയ്തേ. ഇനിയും നീ വാശി പിടിക്കുകയാണെങ്കിൽ പടച്ചോനാണ് എന്നെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ കേറി അനൗൺസ് ചെയ്യും. എന്റെ അമ്മു, അപ്പൊ ജോലി പോണേ പോരുണ്ടല്ലേ? അതുകൊണ്ടല്ല, തന്റെ അനൗൺസ്മെന്റ് കേൾക്കാനുള്ള മനക്കരുത്ത് എനിക്ക് ഇല്ലാത്തതുകൊണ്ട്. ആളെ കൊച്ചാക്കല്ലേ. അമ്മായിക്കോട്ടെ. സുഹൃത്തുക്കളെ, കേരളത്തിന് മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളുടെയും ലോട്ടറികൾ ഇവിടെ ലഭ്യമാണ്. അരുണാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ്, സിക്കിം, ഭൂട്ടാൻ, മേലാഗയ അതേ സ്ഥലം തമിഴ്നാട്, മേലാഗയ, മാതൃഭൂമി, കള്ളൻ
ഞാൻ കൈകാര്യം ചെയ്യാം